അതിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. നടത്തുന്ന എല്ലാ വഴികൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം നടക്കുന്ന എല്ലാ അനുഗ്രഹമാകണമേ. ഈ കുടുംബത്തിലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ഈ ദിവസം നിൽക്കവയിൽ നിൽക്കുവാനൊക്കെ കൊടുക്കണമേ. പ്രിയപ്പെട്ട അമ്മയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ശരീരമായ ബലവും ആരോഗ്യം നീ കൽപ്പിക്കണമേ. ദൈവം നീ പൊതിയണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൽപ്പിക്കണമേ. ദീർഘായുസിനെ കൊണ്ട് നിറയ്ക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജീവിതനായ കുടുംബത്തിനായി സ്തോത്രം. നീ അവിടെ ആയിരിക്കുന്നത് സൂക്ഷിക്കണമേ. കൃപയും മറയ്ക്കണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ സഹായിക്കണമേ. അനുഗ്രഹമാക്കി തീർക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസ സ്നാനത്തിന് വേണ്ടി തീരുമാനമെടുത്തതിന് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവെ സ്ഥാനപ്പെടുത്തുവാൻ, സ്ഥാനപ്പെടുവാൻ, കർത്താവെ ഞങ്ങളുടെ കൽപ്പന അനുസരിക്കുവാൻ, നിങ്ങളുടെ പങ്കാളികളായി തീരുവാൻ എന്റെ കുഞ്ഞുങ്ങളെ നീ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ നീട്ടണമേ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ കരങ്ങൾ നീട്ടണമേ. ദൈവപ്രവൃത്തികൾ കാണുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ കർത്താവേ, ഹല്ലേലൂയ. അജിബറിനായി കുടുംബത്തിനായി സ്തോത്രം. അജിബറിനെ കൊണ്ടുവരുന്ന സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ദാസനെ നീ ബലപ്പെടുത്തണമേ. ശരീരമായ ബലവാരോഗ്യം കൽപ്പിക്കണമേ. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിന്മേൽ ഈ ദിവസം മറുപടികൾ കാണുവാൻ വഴിയാക്കണമേ. കർത്താവേ, സുരദാസിന് പ്രാർത്ഥിക്കുന്നു. കുടബലവും ആരോഗ്യം നീ കൽപ്പിക്കണമേ. ദൈവകരങ്ങൾ നീട്ടുവാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരും സഹായിക്കണമേ. ഈ ദിവസത്തിന്റെ കൽപ്പന അനുസരിച്ച് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ. അല്ലിനേക്കായ സ്തോത്രം. ഇതിനെ സഹായിക്കണമേ. എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, ദൈവകരങ്ങൾ നീട്ടണമേ. ദൈവപ്രവൃത്തികൾ കാണുവാൻ കണ്ടുപിടിയാക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രിയ കർത്താവേ, രക്ഷനായി മമയ്ക്കായി സ്തോത്രത്തെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. അവർ ശരീരമായ ബലവും ആരോഗ്യം നീ കൽപ്പിക്കണമേ. ദൈവരോട് നീ പുതിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോഗ്യം ബലവും നീ കൽപ്പിക്കണമേ. ദീർഘായുസിനെ കൊടുക്കണമേ. രാജ്യക്കായി കുടുംബത്തിലായി സ്തോത്രം. കുടുംബങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങൾ കർത്താവെ ജോലി കയറുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, കടന്നിട്ടണമേ. അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പോയി ബ്രദറിന്റെ കുടുംബമായിട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ കുടുംബമായിട്ട് നീ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് നീ പ്രവർത്തിക്കണമേ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവ് റോഷനായിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വഴിയും വാതിൽ തുറക്കണമേ, തുറന്നിട്ടണമേ. കുടുംബമായിട്ട് കരങ്ങൾ ഏൽപ്പിച്ച് സഹായിക്കണമേ. ദാസൻ പോയിരിക്കും സൂക്ഷിക്കണമേ. ദാസിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവന് വേണ്ടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രിയ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇവിടുന്ന് കൂട്ടിവരുന്ന സ്നേഹത്തിനായ സ്തോത്രം. ആരോഗ്യം കൽപ്പിക്കണമേ. അവൻ ബലത്തോടെ നിർത്തിക്കൊള്ളണമേ. നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കുടുംബത്തെ സഹായിക്കണമോ. അവനെ കുടുംബത്തെ വിടുവിക്കണമേ. മോളെ കുടുംബത്തിനായ സ്തോത്രം. അവരെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദാസൻ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു സൂക്ഷിച്ചല്ലോ. അവൻ ദാസനെ ബലപ്പെടുത്തണമേ. ഈ ദിവസം ശുശ്രൂഷനെ മാനിക്കണമേ, ഗ്രഹിക്കണമേ. ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. ആരോഗ്യം ബലവും കൽപ്പിക്കണമേ. എനിക്കായ സ്തോത്രമായിരിക്കും സൂക്ഷിക്കണമേ. കൃപ മറയ്ക്കണമേ. കുടുംബമായിട്ട് നീ മാനിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവേ, ദിവസങ്ങളൊക്കെ ഞങ്ങൾ സഭയിൽ കടന്നുവന്ന പ്രിയപ്പെട്ടവരെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബലത്തോട് ആരോഗ്യത്തോട് നിർത്തിക്കൊള്ളണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് തന്നെ ആത്മാക്കളെ കൂട്ടിവരുത്തണമേ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനകൾക്ക് അനുഗ്രഹമാക്കണമേ. ഈ ഭവനത്തിൽ കർത്താവിനെ അനുഗ്രഹമാക്കി തീർക്കണമേ. കടന്നുവരേണ്ട കൂട്ടിവരുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാലം ഞങ്ങൾ സംസാരിച്ചാട്ട് കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വീണ്ടും നമ്മൾ ഈ ഭവനത്തിൽ അവൻ പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തോടുകൂടി ദിവസങ്ങളിലായിരിക്കാൻ ഇടയാക്കിയല്ലോ. അവൻ ഇന്ന് ഞാനൊരു പ്രത്യേക സബ്ജക്റ്റിലേക്കാണ്. കാരണം ഇന്നലെ രാത്രിയായപ്പോൾ ഞാൻ ഇവിടെ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ രാത്രിയിൽ തന്നെ അവൻ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ചെയ്യുന്നതാണ്. ഇത് അവൻ സ്വത്രം ഒത്തിരി അനുഗ്രഹമാണ്. ആ ഒരു സബ്ജക്റ്റിലേക്ക് ഇതും പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇത് നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ്. ഇത് പലയിടങ്ങളിലും ലഭിക്കപ്പെടാത്ത മേഖലകളിലൂടെയാണ് ഇത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് 1 പത്രോസ് 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ടാണ്. കാരണം ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം ഉണ്ടാകും. എന്തുവാണ് ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ആ വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 4-ാം അധ്യായം 17-ാമത്തെ ബി പാർട്ട്. ഞാനത് വാക്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താണ്? ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താണ്? നമുക്കതറിയില്ല. ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കുന്നവരുടെ അവൻ എന്തുമായിരിക്കും? അവൻ അനുസരിക്കാത്തവരുടെ അവസാനം എന്താണ്? അതാണ് ഇന്ന് അവൻ സ്വത്രം അല്ലെങ്കിൽ 1 മണിക്കൂറോളം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. അവൻ സ്വത്രം ഇത് ഒത്തിരി നീണ്ടതാണ്. ഇതിനകത്ത് നമുക്ക് ആഴങ്ങളിലേക്ക് കയറണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ സുവിശേഷം എന്നാണ്. ദൈവത്തിന്റെ പ്രയോഗം ഒത്തിരിയാണ്. അത് നമുക്ക് പിന്നെ ഞാൻ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വത്രം. ഹല്ലേലൂയ. ആ സുവിശേഷം ആ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറൊരു വാക്യം കൂടെ വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതൊക്കെ എനിക്ക് കാണാതെ അറിയാം, പക്ഷെ എന്നാലും നിങ്ങളോട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. 1 തീമോഥെയോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ പ്രജ്ഞാനം ഞങ്ങൾ പരമേൽപ്പിക്കുന്നതിനായി ധന്യനായ ദൈവത്തിന് ഇത് മഹത്വമുള്ള ഒരു സുവിശേഷം. ഇത് ദൈവത്തിൻ്റെതായ റോമാലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ വായിച്ചേക്കാൻ ഈ സുവിശേഷത്തെ കുറിച്ച് വായിച്ചേക്കാൻ റോമാലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം കൊണ്ട്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട നമുക്ക് അവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനായിട്ടുള്ള സുവിശേഷമാണ്. നമ്മളിവിടെ പറയുന്നുണ്ട്, നമ്മളിപ്പം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, മാർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, യോഹന്നാന്റെ ഒറ്റ സുവിശേഷമേ ഉള്ളൂ. എഴുതിയത് ആൾക്കാർ വേറെ വേറെയാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ സുവിശേഷമുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അത് മഹത്വമുള്ള സുവിശേഷമാണ്. ഈ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിൽ പലവിധ സുവിശേഷങ്ങളുണ്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തായിരുന്നു. ഗലാത്യ ലേഖനം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തിൽ കൂടെ ഒന്ന് കയറിപ്പോയിട്ട് ഹല്ലേലൂയ. ഈ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ഇതാരുടെയും മനുഷ്യരുടേതല്ല, ഒരു വ്യക്തിയുടേതല്ല. ഇത് ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെതാകുമ്പോൾ ഇത് നമുക്ക് കാണും. ഇത് അനുസരിക്കാൻ നമ്മൾ വായിച്ചിങ്ങനെ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അനുസരിച്ചവരുടെ അനുഭവങ്ങൾ എന്തുവാണ്? ഹല്ലേലൂയ. പലവിധ സുവിശേഷങ്ങളുണ്ട്. പലവിധ സുവിശേഷം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ച് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു സുവിശേഷത്തെ കുറിച്ച് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം അല്ല, ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഇത് വേറൊരു സുവിശേഷം. ഇതെന്തോ വേറൊരു സുവിശേഷം. ഞാൻ പറഞ്ഞല്ലോ പലവിധ സുവിശേഷം ഉണ്ട്. അതിനകത്ത് ഇവിടെ പൗലോസ് പറയാണ് ഇത് വേറൊരു സുവിശേഷം. ഹല്ലേലൂയ. സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന വേറൊരു സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. സ്വത്രം. ഹല്ലേലൂയ. കാരണം എന്താ? ക്രിസ്തുവില്ലാത്ത സുവിശേഷം. ഈ ക്രിസ്തുവില്ലാത്ത സുവിശേഷം എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമവും പുതിയ നിയമവും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട്. പക്ഷെ ക്രിസ്തുവൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്ന രീതിയിലാണ്. ആമേൻ. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ ഇതിന് വിരുദ്ധമായി യേശു ക്രിസ്തുവിനെ, കാരണം ഈ യേശു ക്രിസ്തുവിനെ എന്തുമായിട്ടാണ് കാണുന്നത്? ചിലരുടെ രോഗസൗഖ്യത്തിനായിട്ടുള്ള സുവിശേഷം. കാരണം യേശു ക്രിസ്തുവിനെ പലയിടത്തും നമുക്ക് കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? ഇത് പാപമോചനമൊന്നുമല്ല. കാരണം ഇത് നമ്മൾ പലയിടത്തും വെളിപ്പെടുത്തുന്നത് എന്തിനു? മുഴ മാറാന്, രോഗം മാറാന്, സ്വത്രം മറ്റു വിധമായ ഓരോ മേഖലയിലേക്കുള്ളതായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ ഇത് കുറിച്ചെടുക്കാനുള്ള സംഭവങ്ങളാണ് ഞാനിത് പറയുന്നത് മുഴുവനും. ഞാൻ ആഴത്തിലേക്കൊന്ന് കയറി വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ചിലർക്ക് സാമ്പത്തികമായ ഒരു വിടൽ ലഭിക്കപ്പെടാൻ വേണ്ടി വരുന്ന ഒരു അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പലക്കാലം നമ്മൾ ഓർക്കണം, ഈ സുവിശേഷം എന്നത് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ആ സുവിശേഷം. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, അവൻ സ്വന്തം വേറൊരു സുവിശേഷം കയറി വന്നു. കാരണം എന്താ? അവർക്ക് ഇതൊക്കെ പോകണ്ട, അതുമാകാം ഇതുമാകാം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഒരു സൂപ്പർമാനെ കുറിച്ചാണ് നമ്മൾ ഇത് പലയിടത്തും കേൾക്കുന്നത്. പലയിടങ്ങളിലും
സുവിശേഷ പ്രസംഗം എന്ന് പറയുമ്പോഴും അവിടെ രോഗസൗഖ്യങ്ങൾ, അവിടെ സാമ്പത്തിക വിടുതലുകൾ എല്ലാം ഉള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്നു അങ്ങനെയുള്ളതല്ല പ്രിയമുള്ളവരെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട് വരും. നമ്മൾ ഈ സുവിശേഷം അനുസരിക്കുമ്പോൾ അനുഗ്രഹങ്ങളും വിടുതലുകളും ഒക്കെ ലഭിക്കപ്പെടും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഒരുവൻ സ്വർഗത്തിന്റെ മഹിമകളെ ഇറങ്ങി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ യഥാർത്ഥ സുവിശേഷം, ഹല്ലേലൂയ, എന്നെ നിന്നെ വീണ്ടെടുക്കുവാൻ തന്റെ സ്വന്തം രക്തം, അവസാനത്തോട് രക്തം വരെയും ചിന്തിത്തന്ന യേശു. ഹമൻ ഈ സ്തോത്രം. ഇത് നമ്മളിത് മാറിയിട്ട് ഹമൻ ഈ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും നമ്മൾ അതിന്റെ 1-ാമത്തെ ഗലാത്യർ 1:7 വാക്യത്തിൽ വായിക്കുമ്പോൾ വേറൊരു അവിടെ ഒന്ന് വായിച്ചേ. വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അന്ന് അവിടെ പറയണം മറിച്ചിട്ട സുവിശേഷം, മറിച്ച് കളയാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് ഓർഡർ തെറ്റിയിട്ടുള്ളതായ സുവിശേഷം. ദൈവത്തിന്റെ സുവിശേഷത്തിന് കാരണം അവിടെ നമ്മൾ കാണുന്നു ഗലാത്യയിലുള്ള വിശ്വാസികളോട് ആമേൻ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇത് വേറൊരു സുവിശേഷം എന്ന് പറയുമ്പോൾ ഇതിനെ മറിച്ച് കളയുകയാണ്. ഹല്ലേലൂയ. കാരണം ഡിസോർഡർ ആയി വന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലും ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഈ സുവിശേഷത്തിന് ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് ഒന്നും ചെയ്യണം, വിശ്വസിക്കണം, 2 സ്നാനമേൽക്കണം. അതാണ് ഓർഡർ. എന്നാൽ ചിലർ പറയുന്നത് അല്ല, നമുക്ക് ആദ്യം അങ്ങ് സ്നാനപ്പെടാം, പിന്നെ അങ്ങ് വിശ്വസിച്ചോളും. അത് ഓർഡർ തെറ്റാണ്. തിരുവചനം പറയുന്നത് നമുക്കൊരു വെളിപ്പാടുകൾ വെളിപ്പെട്ട് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓർഡർ വെളിപ്പെട്ട് വരുമ്പോൾ ആ ഓർഡറിലാണ് പോകേണ്ടത്. നമുക്കറിയാം 1, 2, 3, 4, 5 എന്നാണ് തുടങ്ങുന്നത്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നാണ് പോകുന്നത്. അത് ഓർഡറാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന രീതിയിലാണ് പോകുന്നത്. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. എന്നാൽ ഇത് മാറിക്കഴിഞ്ഞാൽ ഇത് മറച്ചിടുക. കാരണം പറഞ്ഞു, ഓക്കെ അവൻ സ്വന്തം ഈ കൊച്ചിനെ കൊണ്ടുപോയി അവൻ മുക്കി വെള്ളം തെളിച്ചോ, എന്നാൽ അവൻ അവസാനം വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ വിശ്വസിക്കുമോ? അവൻ പിന്നെ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. എന്നാൽ തിരുവചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. വിശ്വാസത്തിന്മേൽ നിൽക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഹല്ലേലൂയ അങ്ങനെ വെളിപ്പെടുമ്പോൾ എന്തുവാ വിശ്വസിക്കേണ്ടത്? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്താ വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനെ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്തുയേശു ദൈവമായിരുന്നവൻ ഈ പാത്രത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ആ ക്രിസ്തുയേശു എന്നൊക്കെ പറയുമ്പോ, ക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലാകണം, ഈ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരി, പരമോന്നതൻ, അവൻ മഹത്വമായവൻ. യേശു എന്ന് പറഞ്ഞ ഈ അവൻ ക്രിസ്തു, യേശു ക്രിസ്തു. ഇങ്ങനെ നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയുണ്ട്. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു യേശു എന്നുണ്ട്, യേശു ക്രിസ്തു എന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. ക്രിസ്തു യേശു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. അല്ലേ ഈ ക്രിസ്തുയേശു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ചോദിക്കുക, ക്രിസ്തുയേശു എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശു ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുയേശു എന്ന് പറയുന്നത് എന്തുവാ? ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമോന്നതൻ, അധികാരിയായവൻ, എല്ലാത്തിന്റെ ഉറവിടമായവൻ ക്രിസ്തു. യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ യേശു എന്ന് പറഞ്ഞാൽ ഈ നീ ഹമൻസ്തോത്രം ലോകത്തിൽ പിറക്കുന്നതിനെയാണ് യേശു എന്ന് പറഞ്ഞത്. നീ അവന് യേശു എന്ന് സകലരെ രക്ഷിക്കുന്ന യേശു എന്ന് അവന് പേരിടണം. അവൻ സ്വർഗത്തിൽ ക്രിസ്തുവായിരുന്നു, ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ സ്വതം താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ യേശുവായി അവൻ സ്വതം ആയി തീർന്നവനെയാണ് ക്രിസ്തു യേശു എന്ന് പറയുന്നത്. നമ്മൾ ഇത് കാണാം. അതിന്റെ അർത്ഥം നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം ചിന്തിക്കാം. ഞാൻ അത് മുഴുവൻ ക്രിസ്തു യേശു ക്രിസ്തു, ഈ യേശു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. കർത്താവായ ക്രിസ്തു യേശു, ഇതൊക്കെ നമുക്ക് കാരണം ഇത് തന്നെ പഠിക്കണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വേണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഓർഡർ നമ്മളിത് പഠിക്കാതെ മനസ്സിലാകാൻ പറ്റത്തില്ല. നമ്മളിത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മൾ ഈ ബൈബിൾ വായിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു,
ചുമ്മാ ഇരുന്ന് വായിച്ചാൽ പോരാ, ഇത് നമ്മളിത് മനസ്സിലാക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം നമ്മളെ പരമോന്നതമായ ആ സ്ഥാനം വെടിഞ്ഞ്, അതുകൊണ്ടാണ് അവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി എന്ന് പറഞ്ഞ ആ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവസാനത്തോട് രക്തം വരെ ചിന്തി അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അവൻ പോയത് കൊണ്ട് അവനിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിനോട്. അതുകൊണ്ടാണ് നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ സ്നാനത്തോട് ഏകീഭവിക്കുകയാണ്. റോമാലേഖനം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ഏകീഭാവമാണ് വെളിപ്പെടുന്നത്. നമ്മൾ ഏകീഭവിക്കുമ്പോഴാണ് നമ്മൾ അതിന്മേലായി തീരുവാൻ വേണ്ടിയാണ് അവൻ വെള്ളത്തിൽ സാക്ഷീകരിച്ച് നമ്മൾ കാരണം അവനുമായിട്ട് പങ്കുചേരുന്നതിനാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം ഇത് പറയുന്ന ആൾക്കാർ പറയുന്നത് വേണ്ട, പിന്നെ വിശ്വസിച്ചോളും, ഇപ്പൊ ചെയ്ത്. കാരണം ഇത് നമ്മൾ ഏകീഭാവത്തിലേക്കാണ്. ഈ ഒരു ഓർഡർ തെറ്റിപ്പോകരുത്. അങ്ങനാണല്ലോ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ റോമാലേഖനം പഠിക്കുമ്പോൾ റോമാലേഖനം 5, 6, 7, 8 അധ്യായങ്ങൾ തന്നെ അതിന്റെ ഒരു ഓർഡറില്ല. 5-ാം അധ്യായം നീതീകരണം, സ്വന്തം. ഹല്ലേലൂയ. 6-ാമത്തെ അധ്യായം ഏകീകരണം. ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായം വിശുദ്ധീകരണം. ഈ നീതിയുടെ ക്രിസ്തുവിലൂടെ നമുക്ക് നീതീകരണം ലഭിക്കപ്പെടുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത് സ്പീഡിൽ പോവുക. ഞാൻ ഈ വിഷയത്തെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരികയാണ്. നമുക്ക് ഈ ഓർഡർ മനസ്സിലാക്കണമല്ലോ. ഒന്ന്, നീതീകരണം നമ്മൾ പ്രാപിക്കണം. ക്രിസ്തുവേശുക്കളിൽ കൂടി നമ്മൾക്ക് നീതീകരണം പ്രാപിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, അതിൽ കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നിന്നും ഏകീകരണം പ്രാപിക്കപ്പെടുന്നു. ഈ ഏകീകരണം പ്രാപിച്ചവർ എന്ത് ചെയ്യുന്നു? വിശുദ്ധിയിലേക്ക് വരുന്നു. കാരണം നമ്മളെ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കിയില്ല, പിന്നെ വിശുദ്ധിയിലേക്ക് വരികയാണ്. ഈ വിശുദ്ധീകരണം പ്രാപിച്ച് ഹല്ലേലൂയ ഒന്നീ കർത്താവിന്റെ കാകളൊരു, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തേജസ്കരണത്തിലേക്ക് വെളിപ്പെട്ട് വരും, ആ മഹുദ്ധീകരണത്തിലേക്ക് വെളിപ്പെടും. ഇതാണ് ഓർഡർ. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും വിളിച്ചതിന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കത്തില്ല. ഇത് വചനം പറയും, നമുക്ക് ഓർഡർ ഉണ്ട്. ഇതാണ് ഈ സുവിശേഷം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാക്കുവാൻ തക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ വായിക്കുകയാണ് മറിച്ചിട്ട സുവിശേഷം. ഇനി 8:3 ഗലാത്യ ലേഖനത്തിന്റെ 1-ന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിച്ച് പറയുകയാണ്. അത് പറയുന്നത് വിപരീത സുവിശേഷം എന്ന് പറയുമ്പോൾ എന്താണ്? സുവിശേഷത്തിന്റെ ആധികാരികതയെ നിസ്സാരവൽക്കരിക്കുക നമ്മൾ പറയുന്നുണ്ട്. ഈ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ അതിങ്ങനെ പറയുന്നൊരു വിപരീത ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? വേണം എന്നൊക്കെ പറയുന്നു. വിശുദ്ധി വേണം, വേർപാട് വേണം, സ്വന്തം സ്നാനം വേണം, അഭിഷേകം വേണം എന്നൊക്കെ പറയുന്നവർ അത് വേണ്ട, അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതി പറയുന്നുണ്ടല്ലോ. ഇതിനാണ് വിപരീതം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ അവിടെ പോയിക്കോ, ഇവിടെ വന്നു സ്നാനപ്പെട്ടോ, പക്ഷെ നിങ്ങൾ അന്നെങ്കിൽ ഇവിടെ നിന്ന് വേണ്ട, അവിടെ പോയിക്കോ, ഇനിയും വരാം എന്നുള്ള ഒരു പരിപാടി. ഇതൊരു വിപരീത ഉപദേശമാണ്. പൗലോസ് പറയുന്നു, നമ്മൾ ഓർത്തോളണം, നമുക്കിവിടെ ഈ 10, 80, 100 വർഷം നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നിത്യം ഞാൻ പറയുന്നത് കാണല്ലോ, ഈ നമ്മൾ വായിച്ച വാക്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വായിച്ചതെന്ന് പറഞ്ഞു, ദൈവത്തിന് സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ഈ അനുസരിക്കുന്നവരുടെ കാര്യമാണ് നമ്മളിപ്പം പറയുന്നത്. അനുസരിക്കാത്തവരുടെ അവസാനം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ലാസ്റ്റ് പറയാം. അനുസരിച്ചവരുടെ കാര്യങ്ങൾ അറിയണമല്ലോ. നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കപ്പെടുന്ന മേഖലകൾ അറിയണമല്ലോ. എങ്കിലല്ലയോ അനുസരിക്കാത്തവരുടെ അവസാനം മനസ്സിലാകത്തുള്ളൂ. അനുസരിച്ചവർക്കുള്ള ലഭിക്കണം. ഈ വിപരീത ഉപദേശങ്ങൾ പലതും വെളിപ്പെട്ടു. ഇതിലൊന്നും നമ്മൾ അവിടെയുമല്ല ഇവിടെയുമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ചെല്ലത്തില്ല. ഈ വിപരീത ഉപദേശം അല്ലല്ലേ, അത് വേണ്ട, അല്ലല്ലേ, സ്വന്തം സ്ഥാനപ്പെട്ടില്ലേലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു ഉപദേശകർ വരുന്നുണ്ടല്ലോ. സ്വന്തം യേശുവിനെ അങ്ങ് സ്ഥാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല. ചിലർ ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം. ചിലയിടത്ത് പറയുന്നത് ഈ കർത്തൃവേഷം ആർക്കും എടുക്കാം, സ്ഥാനപ്പെട്ടില്ലേലും എടുത്തോ എന്ന് പറയുന്ന, എവിടെയും കൊണ്ട് കൊടുക്കുന്ന നമ്മൾ ഇതിന്റെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കണം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തും സംഭവിക്കുന്ന ഈ
കാലത്തിന് പ്രസക്തമായ ഒരു ആമേൻ സ്വതന്ത്രം വചനമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ ആമേൻ സ്വതന്ത്രം ഞാൻ പറഞ്ഞില്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതിന്റെ ബാക്കി പ്രസംഗിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് ഭയങ്കരമായി അവൻ ഹേമിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ഈ സബ്ജക്ട് ഭയങ്കര സബ്ജക്റ്റ് ആണ്. ഈ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും എന്ന് മനസ്സിലാക്കണം. അല്ലല്ല, ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അവൻ ചിലർ പറയുന്നു, നോക്കി അന്യഭാഷ ആമൻ സ്വത്രം അല്ലല്ല, വേണ്ട, പറയണ്ട, അവൻ അഭിഷേകം നിന്നുപോയി, അവൻ അഭിഷേകം വേണ്ട. എടാ, ഇതൊന്നുമല്ല. കാരണം തിരുവചനത്തിൽ പറയുന്നു ആമൻ സ്വത്രം ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ചിലർക്ക് എന്തോ സ്ഥാനം വേണം, അവൻ കസേര വേണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു വിപരീത സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒന്നാ, നമ്മൾ ഒരു കുടുംബത്തിന്റെ അംഗമാ എന്നുള്ളതാണ് ദൈവത്തിന്. ഇതിന് ഏകീകരണം വെളിപ്പെടുന്നു. ക്രിസ്തുവിനെ നമ്മളിനി ഒരു കുടുംബത്തിലെ എങ്ങനെ നമ്മൾ ഈ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അവൻ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ ആമൻ സ്വത്രം ഇന്ന ആമൻ അവസ്ഥയെന്നോ എന്നുള്ളതോ അല്ല. നമ്മളെ ക്രിസ്തുവിൽ ഒന്ന് ആമൻ. അതുകൊണ്ടാണ് പൗലോസും പത്രോസും യോഹന്നാനും വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് യേശു ക്രിസ്തു, നമുക്കുള്ളത് യേശു ക്രിസ്തുവാണ്. ആമൻ. അതുകൊണ്ടാണ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിലോടുക. എന്റെ 11ാമത്തെ വാക്യം വായിച്ച ഗലാത്യർ ലേഖനം 1-ാമത്തെ അറിയാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞ സുവിശേഷം പലതുണ്ട്. നമ്മളിത് മാനുഷിക സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അല്ലാത്ത ഒരു സുവിശേഷം, മാനുഷികമായ. കാരണം പലരുടെയും പറയുന്നത്, ഞങ്ങളുടെ അപ്പച്ചൻ ഇന്നതാ പഠിപ്പിച്ചത്, എനിക്ക് അത് മതി. ഞങ്ങളുടെ സാറ് ഇതാ പഠിപ്പിച്ചത്, അത് മതി. എന്നാൽ അത് ബൈബിളിലല്ലോ, ബൈബിളുണ്ടല്ലോ. ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞത്, ഞങ്ങളുടെ സാറ് പറഞ്ഞതും അത് മതി. ഞങ്ങളുടെ കാമിൻസും മേൽ ഇവിടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇന്ന ആൾക്കാർ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. ഞാൻ ഇപ്പം ഈ ക്യാമറ ഇത് പിടിക്കുന്നത് കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഓരോരുത്തര പേരുകൾ ഞാൻ പറഞ്ഞു തരാം. ആമേൻ സ്തോത്രം. ഈ എത്ര നല്ല കൃപയിൽ വന്നു നിന്നവരെല്ലാം മാറിപ്പോയി. എന്നിട്ട് ഇപ്പൊ അവരുടെ പുറകെ ഓടുകയാണ്. കാരണം അങ്ങനത്തെ ഇല്ല, സാറ് പറഞ്ഞത് അങ്ങനാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ ഇത് ഞാൻ അവിടെ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയും ആമൻ ക്രിസ്തു വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അവിടെ അതുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, സ്വർഗത്തിൽ ഇതിന് വിരുദ്ധമായ ഒരു സ്വർഗത്തിലെ ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ആമൻ സ്വന്തം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനമാണ് നമുക്ക് അടിസ്ഥാനം. ഈ വചനത്തിൽ നിന്ന് വിപരീതമായിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? വിപരീത സുവിശേഷത്തെ നമ്മൾ കുടുങ്ങി പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ചിലർ വേറെ രീതി പറയുന്നു, നമുക്ക് ഈ വചനത്തിനില്ലാത്ത പലതും ഒത്തിരി ദുരുപദേശങ്ങൾ. കാരണം ഞാനിത് നിങ്ങളോടൊന്നും പലതും പറയുന്നില്ല. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് നല്ലൊരു ഇടത്ത് പറഞ്ഞ അവിടെ പറഞ്ഞ ദുരുപദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വചനം നല്ലതല്ലെങ്കിൽ നമ്മളത് തെറ്റിപ്പോകും. നമുക്ക് വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ അതിന്റെ പേര് പറയത്തില്ല. ചിലർ പറയുന്നത് നമ്മൾ ഈ മധ്യാകാശത്തിൽ വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. മധ്യാകാശത്തിൽ വെച്ച് ഏതാ ക്രിസ്തു വരുമ്പോൾ മധ്യാകാശത്തിൽ വെച്ചൊന്നും അല്ലെന്ന് ബൈബിളിൽ അതിന് തെളിവില്ല. നമ്മളെ മധ്യാകാശത്തിൽ കൊണ്ടുപോയി അവിടുന്ന് പിതാവിന്റെ അടുക്കല കൊണ്ടുപോകുന്നത്. വചനമതാ. കാരണം ചിലർ അതിലാ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പാട്ട് വരണ്ടല്ലോ, മധ്യാകാശം മണിപ്പന്തലിൽ, അതുപോലെ പാടരുത് പ്രിയമുള്ളവര്. കാരണം എന്ത് നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ ചർച്ചായ കൊണ്ട് പറയുന്നത്, നമ്മൾ ഈ പബ്ലിക്കലി പറയുന്നതല്ല ഇത്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ കാണാം. ഈ ദുരുപദേശങ്ങളൊക്കെ നമ്മൾ ഇന്നത് പാടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടിയൊരു വെളിപ്പാടാണ്. ഞാൻ ഇന്നത്തെ സിഡനിൽ ചെന്നപ്പോൾ അല്ലെ അമേരിക്കയിൽ ചെന്നപ്പോൾ എനിക്ക് ഒരു വെളിപ്പാട്. എടാ, നീ വെളിപ്പാട്, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് വചനമാണ്. വചനത്തില്ലാത്ത ഏതായാലും അത് വിപരീത ഉപദേശമാണ്. നമ്മൾ അതിന്റെ മാനുഷിക സുവിശേഷത്തിന് നമ്മൾ കാര്യം കൊടുക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കണം. ഞാൻ ഈ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയാൻ വേണ്ടിയാ വന്നത്. കാരണം നമ്മൾ കണ്ടല്ലോ, പലവിധ സുവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നമ്മളൊരു ദൈവത്തിന്റെ സുവിശേഷം. നമ്മൾ 1:4-17 കഴിഞ്ഞത് ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ആമേൻ സ്തോത്രം. ആമേൻ. അവരുടെ ഗതി എന്തായിത്തീരും? എന്നാൽ ഇത് ദൈവത്തിന്റെ, ഇത് വേറെ ആരുടെയുമല്ല. ഇത് മാനുഷികമായുള്ള ഒരു സുവിശേഷമല്ല, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. നമ്മൾ ഈ കേട്ടത് ആരുടെയാ?
ദൈവത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്? ആമേൻ സ്തോത്രം. ആ ദൈവത്തിന്റെ സുവിശേഷം ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ അവയർനെസ്, ഹല്ലേലൂയ, എന്തൊക്കെയാണ് നമുക്ക് നേട്ടം ലഭിക്കപ്പെടുന്നത്? ദൈവത്തിന്റെ സുവിശേഷം കേട്ടത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ലഭിക്കുന്നുണ്ട് നമ്മൾ അതറിയണമല്ലോ. നമ്മൾ അതറിഞ്ഞെങ്കിൽ മാത്രമേ, ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ നമുക്ക് ബൈബിൾ ക്ലാസ് ആയിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി ഇത് പബ്ലിക്കിലി ഒന്നും കിട്ടുന്നതല്ല സംഭവം. ഇത് ഈ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ പോലും ഇത് കേൾക്കത്തില്ല. സുവിശേഷ പ്രസംഗമാണെങ്കിൽ പോലും അവിടെയും കേൾക്കുന്നത് വേറെ ഓരോന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ ഈ പറയുന്നത് ഈ ദൈവത്തിന്റെ സുവിശേഷം തുടങ്ങുന്നത് അല്ലേ? ഈ ദൈവത്തിനെ കുറിച്ചുള്ള അവബോധം വെളിപ്പെടുക. ഈ സുവിശേഷം, ദൈവം ആരാണ്, ദൈവം എന്തുവാണ് നമുക്ക് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ സത്യദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധം വെളിപ്പെടുത്തുന്ന സുവിശേഷം. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് അവന്റെ മഹത്വം ഉള്ളതായ ആ സുവിശേഷം, ഇത് ദൈവത്തിന് യേശു ക്രിസ്തു അവനെ കുറിച്ചുള്ള, കാരണം ഇത് സത്യ സുവിശേഷമാണ്. നമുക്ക് മനസ്സിലാവും. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം, ഞാൻ അതിനൊരു ബൈബിളിലെ വാക്യങ്ങൾ പറയാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. ഹല്ലേലൂയ. നമുക്ക് ദൈവം വരുന്ന നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താണെന്നും കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യക്ത കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സ്വയവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. അവിടെ നമ്മൾ കേട്ടത് കാണിച്ച്, ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ, സകലതും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. മറ്റുള്ള ജീവനുള്ള, അവിടെ നമ്മൾ ഇരിക്കുന്ന അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? ജീവനുള്ള ദൈവമല്ല, ജീവനായ ദൈവം എന്നാണ് കേട്ടോ. ഇതാരെങ്കിലും ജീവൻ ഉണ്ടായതല്ല, ജീവനായ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞാൽ അവൻ ആദി മുതൽ ഉണ്ടായിരുന്ന ആദിയും അന്ത്യവുമായവനാണ് ആര്? ഈ ദൈവമാണ്. ഈ ദൈവമാണ് നമ്മളെ അവൻ സൃഷ്ടിച്ചത്. ആകാശവും ഭൂമിയും സർവ ജഗല ജന്തുക്കളെയും എല്ലാം ഉളവാക്കിയ ഒരുവനുണ്ട്. അല്ലാതെ നമ്മൾ ഈ സയൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് എന്തോ ഒരു സംഭവം ഉണ്ടായി, അത് പൊട്ടിപ്പോയപ്പോ ഇത് ഭൂമി ഉണ്ടായി, അവിടെ ഇതിൻ്റെതായി എന്നുള്ളതല്ല. നമുക്കറിയാം, ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും, അത് മുഴുവൻ നാശമാകത്തേ ഉള്ളൂ. ഇതങ്ങനല്ല. ഇത് ദൈവം ഭൂമിയും ആകാശത്തെയും ഉണ്ടാക്കിയ ഒരുവനുണ്ടെങ്കിൽ അതാണ് സത്യദൈവം. ആ ദൈവത്തെ അറിയുന്നതാണ് ഈ സുവിശേഷം. ഈ ദൈവമായവൻ നമുക്ക് വേണ്ടി ആ മഹത്വ സകലത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. അല്ല, അവിടുത്തെ ദൈവം ഞങ്ങളുടെ ദൈവം എല്ലാ ദൈവവും ഒന്ന് അല്ല. സത്യദൈവം ഒന്നേ ഉള്ളൂ. ആമേൻ സ്തോത്രം. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചിലര് കഴിഞ്ഞ വേറെ ഇവിടെ ഒരു കൺവെൻഷനിൽ 2-3 കൺവെൻഷൻ ഈ ദിവസങ്ങൾ നടന്ന പറഞ്ഞാൽ ഈ വർഷം നടന്ന പറഞ്ഞ അവൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ മേഖലകളിൽ ഇതിനകത്ത് ചില വീഡിയോ ഉണ്ടെങ്കിൽ കത്തിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തോണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ മേഖലകൾ പറയാണ് ഞങ്ങളുടെ അടുത്ത് വന്നേരെ കാര്യങ്ങൾ അല്ല. സത്യതയും ഒന്നേ ഉള്ളൂ. സൃഷ്ടിച്ച ഒരുവൻ ഹല്ലേലൂയ ഉള്ളൂ. അവൻ ആകാശത്തെയും ഭൂമിയും ഉളവാക്കിയ ആ സത്യദൈവം. ആ ദൈവം ഇത് പേര് പലതന്നെ ഉള്ളതാ അല്ല. അങ്ങനല്ല. നമ്മൾ പറയണം, നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മളെ വഴി തെറ്റിക്കരുത്. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കണം. ഈ സത്യദൈവം മനസ്സിലാക്കണം. അല്ലേ? സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. അത് ജീവനായ ദൈവമാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലാക്കണം. അവന്റെ മഹത്വം മനസ്സിലാക്കണം. ആ മഹത്വം മനസ്സിലാക്കണം. ഈ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ആ ദൈവമായവൻ ഇവിടേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മളെ പോലെ മനുഷ്യത്തിൽ വേഷം ധരിച്ചു. അതാണ് അവൻ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അവൻ സകലത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ ദാസ രൂപമെടുത്ത് മനുഷ്യത്തിൽ വേഷനായി ധരിച്ച ആ ദൈവത്തെ അറിയണം നമുക്ക്. അവൻ എന്തിനു വേണ്ടി? എന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ തേജസ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ മഹത്വവാനായ ദൈവത്തെ നമ്മൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. അതാണ് സുവിശേഷം.
ഈ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. അവൻ സ്വന്തം, അവൻ മാത്രമാണ് രക്ഷകൻ. മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ല. അത് യേശുവിന്റെ നാമം മാത്രം. അവൻ ആ നാമമാണ് നമ്മൾ അറിയേണ്ടത്. ഈ ദൈവത്തെ അറിയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവൻ മണ്ണിനെയോ മറ്റതിനെയോ മറിച്ചതിനെയോ ഒന്നുമല്ല, പിന്നെയോ ഈ സത്യമായ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഞാൻ സത്യതയോ എന്ന് പറയുന്നത്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ബൈബിളിൽ വെളിപ്പെടുത്തുന്ന രണ്ട് ദൈവമുണ്ട്. ബൈബിളിൽ അവൻ വെളിപ്പെടുത്തുന്ന രണ്ട് ദൈവമുണ്ട്. അവൻ ആകെ രണ്ട് ദൈവത്തെ, ഒന്ന് ഈ ലോകത്തിന്റെ ദൈവം, രണ്ട് സത്യദൈവം. മനസ്സിലാകണം. ഈ ലോകത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ സാത്താനാണ്, അത് ലൂസിഫറാണ്, അത് പിശാചാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ദൈവം അവരുടെ കണ്ണുകൾ കുരുടാക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ ദൈവം. ഞാൻ പറഞ്ഞത് എല്ലാം നമുക്ക് പറയുവാനുള്ള സമയമില്ല. നമ്മൾ ഈ ഓരോരുത്തരും ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദൈവം, അല്ലെങ്കിൽ ഈ സത്യദൈവം എന്ന് പറയുമ്പോൾ വിശുദ്ധിയുള്ളവരാണ്. സ്വതം. ഹല്ലേലൂയ. അത് നർമ്മവും ന്യായവും എല്ലാം നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ സ്വതം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പിള്ളേര് വഴിതെറ്റി പോകുന്നു. ആരാ? ഈ ലോകത്തിന്റെ ദൈവം. ഈ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ലോകത്തിന്റെ ദൈവം വഴിതെറ്റിക്കുക. പെൺപിള്ളാരെ പഠിപ്പിച്ചെന്നും മറ്റുള്ളവരെ ചെയ്യുന്നു. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ ദൈവമാണ്. ഓരോന്നും മോടി പിടിപ്പിച്ച് ഓരോന്നിനെ വിളിച്ചു കൊണ്ടുപോയി ഓരോന്നും തകിടം മറിക്കുന്ന ആരാ? ഈ അധർമ്മിയായ അവൻ കൊള്ളയും കൊലപാതകവും പാരവെപ്പും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാരാ? ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണെന്ന് ഇതാ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അതോർത്തുകൊണ്ട് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെടുക. നമ്മൾ ചെയ്യുന്ന തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഹല്ലേലൂയ, അത് പിശാച് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് ഈ ലോകത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസം നമ്മളെ കുറിച്ച് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നല്ലത് ചെയ്യുവാണെങ്കിൽ ഓർത്തോളം ഇത് സത്യദൈവമാണ്. ഹല്ലേലൂയ. ഈ മദ്യം, ലഹരി, ഹല്ലേലൂയ, ഈ പുകവലി ഒക്കെ ആരുടെയാ? ഈ ലോകത്തിന്റെ ദൈവമാണ്. മയക്കുമരുന്ന്, സ്വത്രം ബോംബ് വെക്കുന്നത്, മറ്റേത് വല്ലത് ഈ ലോകത്തിന്റെ ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇങ്ങനത്തെ കൊള്ളയും കൊലപാതകവും അക്രമവും എല്ലാം നടക്കുന്നതുകൊണ്ട് ഈ ലോകത്തിന്റെ ദൈവം ചെയ്യുമ്പോൾ നമ്മൾ ഈ സത്യദൈവത്തെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ സത്യദൈവത്തെ വിശ്വസിക്കുക. അവൻ ഈ സത്യദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവനാണ് സഹനം, അവനാണ് ഹല്ലേലൂയ താഴ്മ, അവനാണ് സ്നേഹിക്കുന്നത്. ഈ സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ പറയാം, ഈ യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, യേശു ഇത്രയോ സ്നേഹിച്ചത്, അവൻ അത്രയും സ്നേഹിച്ചു. നമ്മൾ വഴിതെറ്റിയപ്പോഴും അതുകൊണ്ടാണ് അവൻ ലോകത്തെ ഇത്രത്തോളം സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുന്നത്. നമ്മളെ ഇത്രയും സ്നേഹിപ്പാൻ എന്താണ് കർത്താവേ? ഹല്ലേലൂയ. കാരണം അവന്റെ സ്നേഹം, അവന്റെ സഹനം, അവനെ അടിച്ചപ്പോൾ പറഞ്ഞില്ലയോ, എത്ര പേരെ വേണമെങ്കിലും യേശുവിന്റെ ദൂതന്മാരെ വരുത്താമായിരുന്നു, എന്നാൽ എനിക്ക് വേണ്ടി, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് അവൻ ഇറങ്ങി. ഹല്ലേലൂയ. അവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്നതായ ഹല്ലേലൂയ സെക്യൂരിറ്റികൾ, സോൾജിയേഴ്സ് എല്ലാം തെറിച്ചു പോയി. എന്നാൽ അവൻ നിന്നിട്ടും ചെയ്തില്ല. ഞാൻ എന്ന് പറഞ്ഞു. കാരണം ഞാനാകുന്നു പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. ആ സഹനം, സ്തോത്രം. നമുക്ക് ഈ പകയും പിണക്കവും ചതിവും ഒക്കെ ആണെങ്കിൽ ഓർത്തോളം മറ്റവന്റെ ആണെന്ന്. ഏതാ? ഈ ലോകത്തിലെ ദൈവം. ഈ ലോകത്തിൽ തന്നെ ഈ പിശാചിന്റെ പരിപാടിയാണ്. നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ, നമ്മൾ കരുതുന്നെങ്കിൽ, നമ്മൾ സഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഓർക്കണം, ആ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു മേലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടണം. നമുക്ക് കാരണം ഇത് നമ്മളിൽ വെളിപ്പെട്ടത് ഈ ദൈവത്തെ മനസ്സിലാക്കി ദൈവപരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം എല്ലാം ഞാൻ പറഞ്ഞ ബൈബിളിലുള്ള വാക്യങ്ങളാണ്. എനിക്ക് മിക്കവാറും അതെല്ലാം കാണാതെ അറിയാം, എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹോശയ്യാ ദൈവപരിജ്ഞാനത്തെ കുറിച്ച് പറയുന്ന കാരണമുണ്ട്. ഹല്ലേലൂയ. ദയയിലും തോന്നയാങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. ദൈവപരിജ്ഞാനത്തിൽ നിൽക്കുക. ദൈവത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. യാഗമൊന്നുമല്ല ദൈവത്തിന് വേണ്ടത്, ഈ ദൈവത്തെ അറിയുക. അതിന് 4 യോശുവ 4:6 വായിച്ച്
ജ്ഞാനമില്ലായകയാൽ ആ എന്റെ ജനം നശിച്ചു പോകും. ആമൻ. ദൈവ പരിജ്ഞാനമില്ലെങ്കിൽ നശിച്ചു പോകും. ആമൻ. സ്വന്തം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ദൈവത്തെ അറിയണം. ഇതാണ് സുവിശേഷം. ഈ കർത്താവിനെ അറിയുക എന്നതാണ് ഈ സുവിശേഷം. ഇത് അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കർത്താവ്, ഈ സത്യദൈവത്തെ അറിയുക. അവനാണ് ഏക രക്ഷകൻ, അവനാണ് ആരാധ്യൻ, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം സ്തുതിക്ക് യോഗ്യൻ, അവൻ മാത്രം വിടുവിക്കുവാൻ കഴിവുള്ളവൻ. ഈ ദൈവത്തെ നമ്മൾ അറിയണം. അതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. എല്ലാ ദൈവത്തെയും ദൈവം എന്ന് പറയരുത്. എല്ലാ കുരിശുമൂട് കാണുമ്പോൾ അതല്ല പ്രിയമുള്ളവര്, ഈ കുരിശ് കാണുമ്പോൾ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നൊന്നുമല്ല. പിന്നെയോ ആ സത്യദൈവത്തെയാണ് അറിയേണ്ടത്. ആ പരിജ്ഞാനമാണ് നമുക്ക് വെളിപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞത് ഈ സുവിശേഷം അല്ല, ഇത് വെളിപ്പെട്ട് വരുന്നത് ഈ സുവിശേഷം പറയുന്നത് ഈ ദൈവത്തെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആമേൻ, ആകാശത്തെയും ഭൂമിയെയും സർവ്വജന ജന്തുക്കളെയും സൃഷ്ടിച്ച ജീവനായ ക്രിസ്തു, അവനാണ് സൃഷ്ടിച്ചത്. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ഈ സുവിശേഷം വെളിപ്പെടും. രണ്ടാമത്തെ നമുക്ക് ഈ അവയർനെസ് എന്ന് പറയുന്നത്, അവബോധം വെളിപ്പെടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപബോധം. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ നീങ്ങും പാപബോധം വെളിപ്പെടും. നമ്മൾ പാപിയാണ്. സ്തോത്രം. ദൈവത്തിന്റെ സുവിശേഷം നൽകുന്ന ദൈവത്തിന്റെ സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ അവബോധം, രണ്ടാമത്തെ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പാപബോധം വെളിപ്പെട്ട് വരികയാ. പാപം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. മർക്കോസ് 1:15 നമുക്കത് അവിടെ നമ്മൾ വ്യക്തമായിരുന്നില്ല. ഹല്ലേലൂയ. കാലം തികഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോ മർക്കോസിന് ശേഷം പദമില്ല. വായിച്ചാട്ടെ. മർക്കോസ് 1:15. കാലം തികഞ്ഞ് ഇത് മാനസാന്തരപ്പെടണം. ഈ പാപത്തിനായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മാനസാന്തരപ്പെടണം. എന്തോ നമ്മൾ പാപിയാണ്. പാപം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ മാനസാന്തരം മീനിങ് അറിയാമോ? ഡെഫിനിഷൻ എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? ടേൺ ഫ്രം സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ ടേൺ ടു ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് യഥാർത്ഥ സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ടതായിരുന്നു. അത് ഞാൻ പിന്നെ പുറകോട്ട് കൊണ്ടുവരാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സത്യദൈവത്തിങ്കിലേക്ക് തിരിയണം. പാപത്തിൽ നിന്ന് നമ്മൾ സത്യദൈവത്തിലേക്ക് തിരിയുന്നതായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സകല മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെട്ടു. നമ്മൾ റോമാലേഖനം വായിച്ച് നമുക്കത് മനസ്സിലാക്കാം. റോമാലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടത് കൊണ്ട് നീന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും നീന്നു പാപത്തിന്റെ കീഴിലായി. അതുകൊണ്ട് നീണം. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം. എങ്ങനെ മാനസാന്തരപ്പെടേണ്ടത്? ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം. എങ്ങനെ? ഈ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം അവൻ ലോകത്തെ സ്നേഹി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ സത്യദൈവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. സ്വന്തം. ഹല്ലേലൂയ. ഈ കള്ളുകൂടി മാറി എന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരം വരത്തില്ല. വീടി വലി മാറി, ഹല്ലേലൂയ, ഇത്ര നാളും തല്ലിപ്പൊളിയായിട്ടാണ്. അതല്ല, അത് സ്വന്തം മാനസാന്തരം ഇതല്ല. നമ്മൾ അതിന്റെ ഇത് മാറ്റിയിട്ട് ഇത് സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം. എങ്കിലും നമുക്ക് തേജസ് നഷ്ടപ്പെട്ടത് എവിടാ? സ്വന്തം. ഹല്ലേലൂയ. ഏദനിൽ. ഹല്ലേലൂയ. പാപം എവിടെ ആരംഭിച്ചത്? ഏദനിൽ വെച്ചാണ്. പാപം എന്നുള്ള വാക്ക് നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തി 4-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് പാപം എന്ന് കാണുന്നത്. ഹല്ലേലൂയ. ആകെ പാപം എന്ന വാക്ക് സ്വന്തം 570 പ്രാവശ്യം ബൈബിളിലുണ്ട്. പാപം എന്നുള്ള വാക്ക് എത്ര? 570 പ്രാവശ്യം. ഹല്ലേലൂയ. സ്വന്തം. റോമാലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് 55 പ്രാവശ്യം പാപം എന്നുള്ളതിനെ കുറിച്ച്. ഹല്ലേലൂയ. സ്വന്തം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസം നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പാപത്തിൽ നിന്ന് നമ്മളെ തിരിഞ്ഞു രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വന്നതിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഇതിലേക്കൊന്ന് മടങ്ങി വരണമെന്നാണ് തിരുവചനം പറയുന്നത്.
അതുകൊണ്ട് മാനസാന്തരപ്പെടണം നമ്മൾ. കാലം തികഞ്ഞിരിക്കാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. ഞാൻ പറയല്ലോ, ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമാണ് നമ്മൾക്കൊരു തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ് അതുകൊണ്ടല്ല നമ്മൾ മുമ്പേ റോമാലേഖനം 3:23 ന്യായപ്രമാണം നല്ലവണ്ണം അരച്ചു കലക്കി കുടിച്ചതായ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ആ ദൈവ തേജസ് നഷ്ടപ്പെട്ട് നമുക്ക് മടങ്ങി വരണമെങ്കിൽ ഞാനും നിങ്ങളും ഇതിലേക്കും ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. എന്നാൽ പാപത്തിന് ശമ്പളം എന്തുവാ? റോമാലേഖനം 6:23 പാപത്തിന് ശമ്പളം മരണമാണ്. എന്നാൽ ഞാനും നിങ്ങൾ ക്രിസ്തുവിലേക്ക് വിശ്വസിക്കുമ്പോൾ, നമ്മൾ ഏറ്റു പറഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്ക് നിത്യജീവനം ലഭിക്കപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച സങ്കീർത്തനമുണ്ട്, ഹല്ലേലൂയ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്ക് പാപം ചെയ്യാതിരിക്കണം. കാരണം എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മളെ ഈ ഒരു മേഖലയ്ക്ക് വിടണം. ഹല്ലേലൂയ. ഏകന്റെ ലംഘനത്താലാണ് പാപം ഉണ്ടായത്. റോമാലേഖനം 5:12 ഏകന്റെ ലംഘനത്താൽ പാപമുളവായി. അതാണ് റോമാലേഖനം 5:12 കാണുന്നത്. ഹല്ലേലൂയ. ഏകന്റെ ലംഘനത്താൽ. സ്പീഡ് കൂടുതലാണോ? കാരണം എനിക്ക് ടൈമിൽ എത്തിക്കൊണ്ട് പോകണോ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ പാപത്തിന്റെ അനന്തര ഫലമാണ് ഹല്ലേലൂയ ഇന്നത്തെ സകല ദുഷ്ടതയുടെ കാരണം. ഒന്നിനൊന്നിനോട് സ്നേഹമില്ലാതിരിക്കുന്ന എന്താ? വീട്ടിൽ അമ്മായിപ്പനും അമ്മായിമ്മയും സ്വന്തം ഹല്ലേലൂയ മരുമക്കളും മക്കളും എല്ലാം കൂടെ ഇതിന്റെ അടി ബഹളം. ഈ ഇച്ചിരി ഭൂമിക്ക് വേണ്ടി എന്തൊരു സംഭവങ്ങളാ! ഇച്ചിരി കാര്യത്തിന് വേണ്ടി എന്തൊക്കെയാ കാണിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ബാംഗ്ലൂർ കേട്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാത്തതിന് അമ്മ പിടിച്ചു വന്നു. ഇതെന്താ ഈ സംഭവം? ഈ ലോകത്തിന് ദൈവം സാത്താൻ കാണാൻ അവരെയല്ല ചെയ്യുന്നത്. കാരണം ഈ ലോകത്തിലെ ദൈവം ഈ പാപത്തിന്റെ അനന്തരഫലമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ കയറി ഈ സുവിശേഷം അനുസരിച്ച് ഇതിനെക്കുറിച്ച് ഈ ദൈവത്തെക്കുറിച്ച് അവയർനെസ് വന്നാൽ, ദൈവത്തെക്കുറിച്ചുള്ള ആ ബോധം വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ആ അവബോധം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാപത്തെക്കുറിച്ച് ബോധം വരും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള ബോധമില്ല. ദൈവത്തെക്കുറിച്ച് നല്ല അനുഭവം ഒന്ന് വെളിപ്പെട്ട് കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണുന്നുണ്ടല്ലോ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാവുന്ന വലിയ കാര്യമാണ്. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 3-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം. അയ്യോ ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം, ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ 6:3 വായിച്ച ദൈവത്തെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. യെശയ്യാവ് ആ ദൈവത്തെ കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ വായിച്ചു നോക്കുമ്പോൾ 3-ാമത്തെ വാക്യം 6:3 അവൻ ഓക്കെ. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കാണുകയാണ്. എന്ത് ചെയ്തു? ഈവൻ പരിശുദ്ധൻ കണ്ടു കഴിഞ്ഞപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ വെളിപ്പെട്ട് വരിക. ഈ ദൈവത്തെ കാണുമ്പോൾ പറയണം, ഞാനിതാ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഒരു മനുഷ്യന്. കാരണം 1 തൊട്ട് 5-ാമത്തെ അധ്യായം വരെ നോക്ക്, നിങ്ങൾ പാപിയാണ്, നിങ്ങൾ മറ്റേതാ പ്രോബ്ലമാണ് എന്നാണ് യെശയ്യാ പ്രവാചകന്റെ 1-ാമത്തെ അധ്യായം തൊട്ട് 5-ാമത്തെ അധ്യായം വരെ നോക്കി, മറ്റുള്ളവരെ മുഴുവൻ പാപികളാണെന്ന് പറയാം. എന്നാൽ ഇവിടെ നമുക്ക് നോക്കി, ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യരാണ്. എങ്ങനാ? നമ്മൾ ഈ ദൈവത്തെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പാപിയാണെന്ന്. ഞാൻ ചിലപ്പോ കൊല പോയി ചെയ്തിട്ടില്ലായിരിക്കാം, വ്യഭിചാരം ചെയ്തിട്ടില്ലായിരിക്കാം, മോഷ്ടിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ദൈവത്തെ കാണുമ്പോ എനിക്ക് മനസ്സിലാകും ഞാൻ പാപിയാ. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇന്ന് വളക്കാലം നമ്മൾ ആ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ യെശയ്യാവ് കാണുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. യെശയ്യാവ് കാണുന്നു, ആ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ തന്നെ കാണും, ഇതോ ഞാൻ ശുദ്ധിയില്ലാത്ത അവരോട് ഇത്രയും നീ പറഞ്ഞെന്ന് പറഞ്ഞു, ഇത്രയും നാൾ നീ പ്രവചിച്ചെന്തുവാ? ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? നിനക്ക് ഈ ദൈവത്തെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ ഈ 1-ാമത്തത് മനസ്സിലാക്കുന്നത്, ഈ സുവിശേഷം നമുക്ക് എന്ത് ചെയ്തു? 1 ദൈവത്തെ അറിയാൻ പറ്റും, 2-ാമത് ഈ പാപത്തെ കുറിച്ചുള്ളത്, 3-ാമത്തെ എന്ന് പറയുമ്പോൾ രക്ഷ അവബോധം, നമ്മൾ രക്ഷയെ കുറിച്ചുള്ളത് അവയർനെസ് കിട്ടും. ഈ രക്ഷകനെ കുറിച്ചുള്ളതായ ബോധം. ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ദൈവദേശത്ത് നഷ്ടപ്പെട്ടതാണ്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ രക്ഷ വെളിപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ വേറെ ഒരു നാമമില്ല, അവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കണം. കാരണം നാം ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ, ഞാൻ പാപിയാണെന്ന് മനസ്സിലായപ്പോൾ അവന്റെ പാദപീഠത്തിലേക്ക് കടന്നത്, കർത്താവേ നീ എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവൻ നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, രാവിലത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് ഫുഡ് ശരിയല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ പോകത്തില്ല. നമ്മളൊക്കെ ഒരു ഡ്രസ്സ് മേടിച്ചു, ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ എന്തെങ്കിലും മേടിച്ചിട്ട് നമ്മൾ സ്വന്തം ഈ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ വെക്കേഷന് വന്നപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ ഇപ്പോൾ അത് ഒന്ന് കഴുകി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കളറെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ കട കയറത്തില്ലല്ലോ. നമ്മുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ വിട്ടു, ആ സ്കൂളിൽ അല്ലെങ്കിൽ പഠിപ്പീര് ശരിയല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് മാറ്റും. എന്നാൽ ഈ രക്ഷയ്ക്ക് വേറൊരു ഓപ്ഷൻസ് ഇല്ല, യേശു ക്രിസ്തു മാത്രം. മനസ്സിലാക്കണം, വേറൊരിടത്തും രക്ഷയില്ല. നമുക്ക് വേറൊരിടത്തും പള്ളി ചെന്നോ ഹല്ലേലൂയ നേർച്ച കിട്ടോ പള്ളി പണിഞ്ഞോ വേറൊരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പിന്നെയോ മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ഈവൻ യേശു ക്രിസ്തുവിന്റെ അടുക്ക് വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് വരെ യേശുവിനൊപ്പം വേറെ ആരുമില്ലെന്നേ, അവനെ പോലെ തുല്യൻ ആരുമില്ലെന്ന് നമ്മൾ പാടുന്നത് മനസ്സിലാക്കണം. കർത്താവേ നീ മാത്രം രക്ഷകൻ. ഹല്ലേലൂയ. നമ്മൾ ഈ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊന്ന് മനസ്സിലാക്കണം. ഞാൻ അടുത്ത് നമ്മളിത് കൊണ്ട് സമയങ്ങൾ ഓടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു മണിക്കൂറുകളോളം ശുശ്രൂഷി, ഒരു 1.5-2 മണിക്കൂർ കിട്ടിയാലേ ഇത് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കുറച്ച് എത്താൻ പറ്റത്തുള്ളൂ. ഇനി നോക്കിയാ ഇത് രക്ഷ വെളിപ്പെട്ടു അവബോധം വന്നു. അടുത്ത പോകുന്നത് സഭ അവബോധം. എന്തോ ഈ സഭാബോധം വരുന്നത് ഈ രക്ഷ വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് സഭ, രക്ഷിക്കാട് എവിടെ ആരാധിക്കണം, ഏത് സഭയിൽ പോകണം, എങ്ങനെയായി തീരണം. ഹല്ലേലൂയ. ഈ പഴയ ഒട്ടകത്തിൽ നിന്നാ പഴയയിടത്ത് നിന്നാ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും ജയിക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സ്തോത്രം ഇന്ന് പലക്കാലം നിന്നെ തകർക്കാൻ വേണ്ടി പല മേഖലകളും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായം ഹല്ലേലൂയ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ സഭയെ വന്നു. സ്തോത്രം. ഈ സഭയെ കുറിച്ച് നമുക്കൊന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. അല്ലെ, ഒന്ന് വായിച്ചേ, ഞാനൊന്ന് ഫ്രീ ആകും, നിങ്ങളൊന്ന് പറയാം. എഫേസ്യ ലേഖനം 3-ാമത്തെ വാക്യം. വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ചാൽ ആമേൻ സ്തോത്രം. ആ സഭയെ കുറിച്ചുള്ള ഒരു മർമ്മം, ആ മർമ്മം വെളിപ്പെടും. ഈ വെളിപ്പാടുകൾ വെളിപ്പെടും. അതിന് ഓരോ മേഖല വെളിപ്പെടും. എന്നെ നോക്കണം, ഇനി നമുക്ക് വെളിപ്പെടാൻ പോകുന്നത് എന്തുവാ, നമുക്കൊരു ഭാവി പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എന്താണ് അറിയാ, അതാ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ. കാരണം ഈ സഭ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ശരീരങ്ങളൊക്കെ മാറി. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. ആമേൻ. അതാണ് നമ്മുടെ പ്രത്യാശ. കാരണം അവൻ രക്ഷിതാവായി വരും, നമ്മളെ ചേർക്കാൻ വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം എന്ത് ചെയ്യും, നമ്മളെ അവൻ പറഞ്ഞു, ഞാൻ പോകും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് അയക്കാം, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കിടന്ന് ഇനി 10-100 വർഷം ഇവിടെ ജീവിച്ച് കിടന്ന് മരിക്കാനുള്ളതല്ല, നമുക്ക് നിത്യത. കാരണം ഈ ദൈവത്തെ അറിഞ്ഞാൽ, അതാണ് ഈ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് അനുസരിക്കണം. ഇനി അടുത്ത കാര്യം പറയാം, നമുക്ക് അനുസരിക്കാത്തവന്റെ അവസാനം എന്താകും നമുക്കറിയാം. ഈ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്കിത് ലഭിക്കപ്പെടാൻ പോകുന്ന. അതൊക്കെ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി അനുസരിക്കാത്തവർ ഞാൻ 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഞാൻ അതൊക്കെ നിർത്താം. സ്തോത്രം. തെളിവുമാകും. അതുകൊണ്ടാണ് ഹല്ലേലൂയ. ഈ അനുസരിക്കാത്തവന്റെ വിഷയം എന്താ വെച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തെ അറിയാത്തവന്റെ കാര്യം എന്താണെന്ന് നമ്മൾ വായിക്കാം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാമത്തെ വാക്യം.
പൗലോസ് അതിനെ കുറിച്ച് പറയാണ്, അവസാനം ദൈവത്തെ അറിയാത്തവർക്ക് പറ്റുന്ന സുവിശേഷം അനുസരിക്കാത്തവർക്ക് കർത്താവായ യേശു ശക്തിയുള്ള ദൂതന്മാരുടെ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശു അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ അവിടെ നോക്കിയേ, ഈ കർത്താവായ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് വരുന്ന എന്തുവാ? പ്രതികാരത്തിന്റെ ദൈവമായാ വരുന്നത്. നോക്കിയേ, ഒന്നാമത് നോക്കണം ആ പ്രതികാരത്തിന്. ഹല്ലേലൂയ. പത്രോസ് പറയുന്ന സുവിശേഷം അനുസരിക്കാതെ അവസാനം എന്താകുന്നു ചോദിക്കുമ്പോൾ ഈ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാമത്തെ വായിക്കുകയാണ്. അവൻ ശക്തിയുള്ള ദൂതന്മാരുമായി കടന്നു വരുന്നു, ഈ സുവിശേഷം അനുസരിക്കാത്തവർക്ക് വേണ്ടി വരുന്നെന്നും ഇത് പ്രതികാരത്തിനായി മാറപ്പെടുകയാണ്. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനം അവന്റെ നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. ചെറിയ കാര്യമല്ല. ഈ അനുഭവിക്കുന്നത് ഈ വചനം അനുസരിക്കാത്തവർ, ഈ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനത്തെ കുറിച്ച് പറയുകയാണ്. അവർക്ക് എന്ത് പറ്റും? നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. ഹല്ലേലൂയ. ഈ സുവിശേഷം അനുസരിക്കാത്തവർക്കുടെ പരിപാടി നോക്കിയേ. സുവിശേഷം അനുസരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? മേഘങ്ങളിൽ എടുക്കപ്പെടും. അവർ കർത്താവിനോട് കൂടെ വാഴും. അവർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. എന്നാൽ സുവിശേഷം അനുസരിക്കാത്തവർക്ക് എന്ത് ചെയ്യുന്നു? നിത്യനാശം സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരിക്കലും പിന്നെ വിടുതലില്ലെന്ന്. ഹല്ലേലൂയ. അവൻ നാശമായിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവുകയല്ല. ഈ തീയിലും അവൻ സ്വന്തം കെടാത്ത പുഴുവ്, അവൻ കെടാത്ത തീയ്. ഹല്ലേലൂയ. ചാവാത്ത പുഴുവും കെടാത്ത തീയും. ഹല്ലേലൂയ. അവർ ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്യുന്നു? ഈ നിത്യനാശത്തിന്റെ അനുഭവത്തിലേക്ക് വരും. നിത്യനാശം അവിടെ അങ്ങനെ നിൽക്കുന്നു. നിത്യനാശത്തിനായുള്ള നിത്യം. ഹല്ലേലൂയ. ഇത് ഒന്നും രണ്ടും അല്ലെന്നേ. നമ്മൾ നിത്യജീവനിലേക്ക് പ്രാപിക്കപ്പെടുമ്പോൾ ഈ അനുസരിക്കാത്തവർ, ഈ സുവിശേഷം അനുസരിക്കാത്തവരുടെ ശിക്ഷയാവുന്നത്. ഇത് ഭയക്കണം. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ സുവിശേഷത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഈ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ കാരണം എന്താ? ദൈവമേ, ഇവർക്ക് ഇത് സംഭവിക്കരുത്, എന്റെ കുടുംബക്കാർക്ക് ഇത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെട്ട് വരുമ്പോൾ അവൻ എന്റെ യഹൂദന്മാർ, എന്റെ സഹോദരങ്ങളെ കുറിച്ച് വന്നപ്പോൾ അവനുള്ളിൽ ഒത്തിരി ഭയവും നെടുവീർപ്പും വെളിപ്പെട്ടത് കാരണം എന്താ? ദൈവമേ, എന്റെ സഹോദരങ്ങൾ ഇത് അറിയാതെ പോയി കഴിഞ്ഞാൽ പ്രോബ്ലമായത്. ഒരു ദിവസത്തേക്കോ 1 വർഷത്തേക്കോ 1000 വർഷത്തേക്കായിരുന്നു ക്ഷമിക്കാമായിരുന്നു. ഇത് നിത്യനാശത്തിലേക്കുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ദേശത്തുള്ളവർ, നമ്മുടെ ചാർച്ചക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചില രോഗങ്ങൾ വരുമ്പോൾ പറയുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇത് വരരുത് എന്ന് പറയുമ്പോൾ ഇത് നോക്കണം, ഇത് നിത്യനാശത്തിലേക്ക് പോവുകയാണ്. അവൻ ഹല്ലേലൂയ, നമ്മൾ ഇത് വെളിപ്പെട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ പ്രതികാരത്തിനായി അവൻ കടന്നു വരികയാണ്. അവൻ അതുകൊണ്ട് തന്റെ ഭക്തന്മാരുടെ നീരെല്ലാം ഒപ്പുന്ന ദിവസം വരുമ്പോൾ പ്രിയമുള്ളവരെ, ചിലരെന്ത് ചെയ്ത് ഇത് അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? അവരുടെ അവസാനം ഇത് നിത്യനാശത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഹല്ലേലൂയ നമ്മൾ നോക്കണേ, അവിടെ മഹത്വത്തിലേക്ക് ചിലർ പ്രവേശിക്കുമ്പോൾ, ഈ മഹത്വത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഈ മഹത്വത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഈ മഹത്വത്തിൽ നിന്ന് വിട്ടുപോകുന്ന ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിതം ഉണ്ടെന്നേ. ഇപ്പോ ചിലപ്പം ഇത് ഒരു കാലിനൊക്കെ വേദനയും ഇതെല്ലാം മാറുന്ന, കുഷ്ഠമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകൾ എല്ലാം മാറ്റുന്ന ആവശ്യത്തിന് ആ തേജസ്സുള്ള ശരീരം പ്രാപിപ്പാൻ നമ്മൾ കടന്നു വരും അന്ത്യാകാശത്തിങ്കൽ. എന്നാൽ നമ്മളിത് അനുസരിക്കാതിരുന്നാൽ, നമ്മളിത് കേൾക്കാതിരുന്നാൽ, ഈ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്തുവാ? നിത്യനാശം. അവൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സുവിശേഷം എല്ലായിടത്തും എത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഭക്തന്മാർ ഇത്രയും പ്രതികൂലമായിട്ടും നോർത്ത് ഇന്ത്യയിലും ഗ്രാമങ്ങൾ കയറി ഇറങ്ങുന്നു. നമ്മുടെ ഇവിടെയും പല പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്താ
നമ്മൾ പ്രതികരിക്കാത്തത് കാരണം നമ്മളെ ചേർക്കാൻ അവൻ വരും. അവൻ തേടി കടന്നു വരുന്ന ദിവസം വരുന്നുണ്ട്. എന്നാൽ അവരുടെയൊക്കെ എന്തോ നിത്യനാശത്തിലേക്ക് നമ്മൾ നിത്യജീവനിലേക്ക് ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. സമയം പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്പീഡിൽ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ദൈവാത്മാവിനോട് സംസാരിച്ചത് കൊണ്ടാണ് ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താ? ഇതുവരെ കാലം സുവിശേഷം അനുസരിക്കുമ്പോൾ നമ്മൾ ഈ സത്യ ദൈവത്തെ അറിയുകയാണ്, ആ വിശുദ്ധനായ ദൈവത്തെ. നമുക്ക് ആ ഭാഗ്യം ലഭിക്കപ്പെട്ടുവല്ലോ. കർത്താവേ, ഞാൻ എത്ര ഭാഗ്യവാൻ, ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ സത്യ ദൈവത്തെ കണ്ടുമുട്ടുവാൻ. നിത്യ ഹല്ലേലൂയ. നമ്മൾ അവൻ പലപ്പോഴും നമ്മൾ ഇത് അറിയാതെ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ആരുടെയൊക്കെയോ കണ്ണുനീര് കൊണ്ട്, ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ഈ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിക്കപ്പെട്ടുവല്ലോ. അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടി? എന്നെ രക്ഷിക്കാനെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ ഈ പാപത്തെ കുറിച്ച് ബോധം വന്നു. ഹല്ലേലൂയ. ഈ രക്ഷയെ കുറിച്ചുള്ള ബോധം വന്നു. ഹല്ലേലൂയ. നമുക്ക് ആ വ്യക്തമായ ആ സമയെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് വെളിപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതുവരെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി, അവർ നിത്യനാശത്തിലേക്ക് പോകാതെ നമുക്ക് നമ്മള് ക്രിസ്തുവിലേക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ എത്ര ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ കുടുംബത്തിലുള്ളവരുണ്ട്, ചാർച്ചയിൽപ്പെട്ടവരുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, പല പ്രിയപ്പെട്ടവരുണ്ട്. ഇതുവരെ രക്ഷ കണ്ടിട്ടില്ല, അവർ ഇതുവരെ ഈ സത്യദൈവത്തെ അനുസരിച്ചിട്ടില്ല. അവർ ഈ ദിവസങ്ങൾ അനുസരിക്കാത്ത ഗതി നിത്യനാശമാണ്. ഹല്ലേലൂയ. അത് നിത്യമാണ്. അത് നശിച്ചു പോവുകയാണ്. പിന്നെ നിത്യനാശമാണ്. നിത്യനാശം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായി ഈ വചനം കേട്ട് എല്ലാവരും വിടുവിക്കപ്പെടുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഓൺലൈനിൽ കൂടെ കാണുന്നവർ ആ ദൈവശക്തി വ്യാപരിക്കുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം അനുഗ്രഹിച്ചവർക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായിട്ട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷം അവനിവിടെ ആയിരിക്കുന്നവരുടെ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.